നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിയോഫീലിയ? പുതിയതായി വിപണിയിൽ ഇറങ്ങുന്ന സാധനങ്ങൾ വാങ്ങുവാൻ ആളുകൾ ഷോറൂമുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നതായി കാണാം. അനേകം മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിനും ഇല്ലാത്ത പണം ചിലവാക്കി പുത്തൻ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും ഇവർക്ക് മടിയില്ല. പലപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ട് ഇവർക്ക് പ്രത്യേകമായ ഒരു ഗുണവും ഉണ്ടാവണമെന്നുമില്ല. പുതുതലമുറ മുതൽ പ്രായമായവരിൽ വരെ കണ്ടുവരുന്ന ഈ അഭിനിവേശമാണ് നിയോഫീലിയ. പുതിയ സാധനങ്ങളോടുള്ള ഭ്രമം ഒരു പ്രത്യേക തരം സ്വഭാവ രീതിയിലുള്ളവരിലാണ് കാണപ്പെടുന്നതെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. ഇതിനെ വേണമെങ്കിൽ ആഡംബര ഭ്രമം എന്നും പറയാം. ഇത് നമ്മളിലെല്ലാം വിവിധ അളവിൽ ഒരു പരിധിവരെ ഉണ്ടെന്ന് തന്നെ പറയാം. മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവജാലങ്ങളിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള ഒരു ത്വര നിലനിന്നു വരുന്നു. അത് ജീവജാലങ്ങളുടെ പരിണാമത്തിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുമുണ്ടാവാം. അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് റോബർട്ട് ക്ലോണിംഗ് ആണ് ആദ്യമായി ഈ സ്വഭാവ വിശേഷം മനസ്സിലാക്കിയത്. നിയോഫീലിയ ഉള്ളവർ പുതിയ അവസ്ഥകൾ, വസ്തുവകകൾ, അനുഭവങ്ങൾ എന്നിവയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആകൃഷ്ടരാകുന്നു. അധികം ആലോചിക്കാതെ തന്നെ ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നതായി കാണാവുന്നതാണ്. മനസ്സിന് തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങൾക്കായി ഒരു തരം ഭ്രാന്തമായ അഭിനിവേശം ഇവരെ മുന്നോട്ട് നയിക്കുന്നു. ലഹരി സാധനങ്ങളോടുള്ള അടിമത്വ സ്വഭാവവും ഇത്തരം സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ട് കാണുന്നു. ഈ സ്വഭാവ വിശേഷമുള്ള ആളുകൾ പുതിയ ഫോണുകൾ, ക്യാമറകൾ തുടങ്ങിയ സാധനങ്ങളെ നിത്യവും നിരീക്ഷിക്കുകയും പുതിയ മോഡലുകൾ ഇറങ്ങുന്നത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക പതിവാണ്. വിപണിയിൽ വന്നുകഴിഞ്ഞാൽ ഉടൻ ആ മോഡൽ ഇവർ കരസ്ഥമാക്കുകയും ചെയ്യും. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക വഴി മനുഷ്യന് ലഭിക്കുന്ന ഒരു തരം സംതൃപ്തിയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ പുതിയ ഉപകരണത്തോടുള്ള അഭിനിവേശം ഉടൻ തന്നെ ഇല്ലാതെയാവുകയും ചെയ്യുമെന്നതാണ് സവിശേഷമായ മറ്റൊരു കാര്യം. ജീവിതത്തിൽ ഇത്തരക്കാർ ഒരിക്കലും സംതൃപ്തരാവില്ല എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്നിലും സംതൃപ്തിയില്ലാതെ വരുന്നതിനാൽ ഒരു നിരാശാബോധം എപ്പോഴും ഇത്തരക്കാരെ വിടാതെ പിന്തുടരുകയും ചെയ്യാം. നിയോഫീലിയ എന്നത് ഒരു മോശം സ്വഭാവമാണെന്ന് പറയാൻ കഴിയില്ല. പുതിയ കാര്യങ്ങൾക്കായുള്ള മനുഷ്യന്റെ അഭിനിവേശം നമ്മെ പുതിയ അറിവിന്റെ മേഖലകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നില്ലേ? ഇത്തരം സ്വഭാവ വിശേഷമുള്ളവർക്ക് മാറ്റങ്ങളെ തീർച്ചയായും വളരെ വേഗം തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയും. തലച്ചോറിനെ പുതിയ കാര്യങ്ങൾക്കായി തുറന്നു കൊടുക്കുക വഴി ആരോഗ്യകരമായ മാനസികാവസ്ഥ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമെന്നും സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. പുതിയ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങണമെന്ന് തോന്നുന്നവർ അല്പം കാത്തിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. വാങ്ങിയവരുടെ അനുഭവങ്ങൾ അറിയാമല്ലോ. അല്പം കാത്തിരുന്നാൽ വിലയും പതിയെ കുറയും. ഇതിന് വിപരീതമായ മനോഭാവമുള്ളവരാണ് നിയോഫോബിയക്കാർ. പുതിയതിനെ ഭയപ്പെടുന്ന അവസ്ഥയാണിത്. ചില പുതിയ വസ്തുക്കളെയോ സാഹചര്യങ്ങളോ പേടിയോടെ കാണുന്നു. കുട്ടികളിൽ പുതിയ ഭക്ഷണത്തോടുള്ള പേടി ഒരു മനഃശാസ്ത്ര ശാഖയായി ഫുഡ് നിയോഫോബിയ ചികിത്സ വളർന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് നിയോഫീലിയ എന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഇതുപോലെ കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.